Welcome to Jennifer's classes. This is our second class. So we are going to learn about the classification of resources. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസോഴ്സസിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് പഠിച്ചു. ഇന്ന് ഈ ക്ലാസ്സിൽ റിസോഴ്സസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. റിസോഴ്സസിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിൻ ഒന്നാമത്തത്, ഓൺ ദി ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി സെക്കൻഡ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ് മൂന്നാമത്തത്, ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ്. So the first one is origin, second one is exhaustibility, third one is ownership and the fourth one is status of development. ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വ്യക്തമായി നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിൻ. ഇതിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബയോട്ടിക് റിസോഴ്സസും മറ്റൊന്ന് എബയോട്ടിക് റിസോഴ്സസും. ബയോട്ടിക് റിസോഴ്സസും എബയോട്ടിക് റിസോഴ്സസും. ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ബയോസ്ഫിയർ ആൻഡ് ഹാവ് ലൈഫ് സച്ച് ആസ് എ ഹ്യൂമൻ ബീയിങ്സ്, ഫ്ലോറ ആൻഡ് ഫോന, ഫിഷറീസ്, ലൈഫ് സ്റ്റോക്ക്. അപ്പം നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തന്നെ ബയോട്ടിക് റിസോഴ്സസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബയോട്ടിക് എന്ന് പറയുമ്പം ജീവനുള്ളവ, ലിവിങ് തിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് ഉത്തമ ഉദാഹരണം നമ്മളൊക്കെ തന്നെയാണ്, ഹ്യൂമൻ ബീയിങ്സ്. രണ്ടാമത്തത് എബയോട്ടിക് റിസോഴ്സസ് ആണ്. എബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പം നമുക്ക് ചുറ്റും കാണുന്ന പാറകൾ, മെറ്റൽസ്, ഇതൊക്കെ എബയോട്ടിക് റിസോഴ്സസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിനിൽ ബയോട്ടിക്കും എബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ്, എബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് തിങ്സ്. എക്സാമ്പിൾസ് ഇപ്പോൾ ഒരു മാർക്കിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ അല്ലെങ്കിൽ ചൂസ് ദി കറക്റ്റ് ആൻസറിലോ ചോദിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായി തന്നെ ബയോട്ടിക് റിസോഴ്സസിൻ്റെ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്സ്, ഫിഷറീസ്, ലൈഫ് സ്റ്റോക്ക്, ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി എബയോട്ടിക് റിസോഴ്സസ് ആണെങ്കിലോ നമുക്കറിയാം നോൺ ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ റോക്സ്, മെറ്റൽസ്, ഇതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലിയറായി. ഇനി രണ്ടാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി. അപ്പോൾ എക്സോസ്റ്റബിലിറ്റിയുടെ കീഴിൽ റിന്യൂവബിൾ റിസോഴ്സ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നും ചോദിക്കാം എന്ന് പറയാം. ഇത് മിക്കവാറും ഒരു 3 മാർക്ക് അല്ലെങ്കിൽ ഒരു 6 മാർക്ക് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. റിന്യൂവബിൾ എന്നുള്ള ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് റിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം. അതെങ്ങനെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാം? ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ മെക്കാനിക്കൽ പ്രോസസ്സായിട്ടോ നമുക്ക് റിന്യൂ ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ആൻഡ് വിൻഡ് എനർജി, വാട്ടർ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഇതൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സസ്. ഈ റിന്യൂവബിൾ റിസോഴ്സസിനെ തന്നെ ഫർദറായിട്ട് ഡിവിഷനുണ്ട്, അതിൻ്റെ ഫർദർ ഡിവിഷൻസ് ഉണ്ട്. ഇതിനെ കണ്ടിന്യൂസ് ഓർ ഫ്ലോ ആയിട്ട് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി റിന്യൂഡ് ഓർ റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോസസ് ആർ നോൺ ആസ് റിന്യൂവബിൾ ഓർ റിപ്ലൻഷബിൾ റിസോഴ്സസ്. അപ്പോൾ ഇത് തന്നെയാണ് ഡെഫിനിഷൻ. അപ്പോൾ വാട്ട് ഈസ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 2 ഓൺ ദി ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റിയുടെ താഴെ റിന്യൂവബിൾ റിസോഴ്സസ് കൊടുത്തിട്ടുണ്ട്. വിത്ത് എക്സാമ്പിൾ എഴുതിയാലേ മാർക്സ് കിട്ടത്തുള്ളൂ. ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണെങ്കിലോ മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ്, ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഈ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അതിൻ്റെ വീണ്ടും ഒരു ഫോർമേഷന്. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും റിന്യൂ ചെയ്യാനോ റിപ്ലൻഷ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. ദീസ് ആർ റിസോഴ്സസ് ദാറ്റ് വൺസ് യൂസ്ഡ് കനോട്ട് ബി റിന്യൂഡ് ഓർ റിപ്ലൻഷബിൾ. അതായത് അതിൻ്റെ അർത്ഥം ഇത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും റിന്യൂ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇത് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞിരിക്കും.
അപ്പോൾ റിസോഴ്സസ് ആയ മെറ്റൽ എന്ന് പറയുന്നത് റീസൈക്ലബിൾ ആണ്, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് റീസൈക്ലബിൾ അല്ല. അപ്പോൾ ചില കാര്യങ്ങൾ നിലനിൽക്കും, ചില കാര്യങ്ങൾ നിലനിൽക്കത്തില്ല. ഇതാണ് രണ്ടാമത്തെ ഓൺ ദി ബേസിസ് ഓഫ് എക്സോസ്റ്റബിലിറ്റി. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സസും എന്ന് ചോദിച്ചാൽ വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽ റിസോഴ്സസ്, കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, ഇൻ്റർനാഷണൽ റിസോഴ്സസ്, ഇങ്ങനെ 4ആയിട്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽ റിസോഴ്സസ്, കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ്, നാഷണൽ റിസോഴ്സസ്, ഇൻ്റർനാഷണൽ റിസോഴ്സസ്. അപ്പം നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ റിസോഴ്സ് എന്താണ്. ഇൻഡിവിജ്വൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് പ്രൈവറ്റ്ലി ഓൺ ചെയ്യുന്നത്, അതായത് ഇൻഡിവിജ്വൽസിന് സ്വന്തമായിട്ടുള്ളതിനെ നമുക്ക് ഇൻഡിവിജ്വൽ റിസോഴ്സ് എന്ന് പറയാം. ഉദാഹരണം, അതിൻ്റെ നമുക്ക് അർബൻ പീപ്പിളാണെങ്കിൽ പ്ലോട്ടുണ്ട്, ഹൗസസ് ഉണ്ട്, മറ്റ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, പ്ലാന്റേഷനുണ്ട്, പാസ്ചർ ലാൻഡ്സ് ഉണ്ട്, പോൺസ്, വാട്ടർ വെൽസ്, ഇതൊക്കെ ഇൻഡിവിജ്വൽസിന് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള റിസോഴ്സസിനെ നമുക്ക് ഇൻഡിവിജ്വൽ റിസോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്ചർ ലാൻഡ് എന്നോ പോൺസ് എന്നോ വാട്ടർ വെൽസ് എന്നോ, അപ്പോൾ അവനവൻ്റെ വീട്ടിലൊക്കെ കിണറൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് അങ്ങ് എഴുതാം. അത് നമ്മുടെ റിസോഴ്സസാണ്. ഇനി രണ്ടാമത് കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ് ആണ്. കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സ് എന്ന് പറയുമ്പം ആ റിസോഴ്സ് ആർക്ക് സ്വന്തമായിട്ടുള്ളതാണ്? കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിനുള്ളതാണ്. ഇപ്പോൾ ഒരു ബറിയൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ വില്ലേജ് പോണ്ട്, ഇങ്ങനെയുള്ളത്, പബ്ലിക് പാർക്ക്, പിക്നിക് സ്പോട്ട്, ഇതൊക്കെ പൊതുവേ ഉള്ളതാണ്. അവിടെയൊക്കെ ചെന്ന് നിന്നിട്ട് അയ്യോ ഇത് നമ്മുടെയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇത് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നവർക്ക് ഉള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി അതായത് മെമ്പേഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. മനസ്സിലായോ? ഇനി അടുത്ത് നാഷണൽ റിസോഴ്സസ്. നാഷണൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ദേശത്തിനുള്ളതാണ്. അപ്പോൾ ഈ ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡഡ് അല്ലേ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ ദേശത്തിനുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതുവെയുള്ള വാട്ടർ റിസോഴ്സസ്, കാടുകൾ, അതുപോലെ വലിയ വലിയ ലാൻഡ്, നമ്മുടെ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, അതുപോലെ തന്നെ ഓഷ്യാനിക് ഏരിയ ഉണ്ട്, അതും അതിൻ്റെ 12 നോട്ടിക്കൽ മൈൽസ് വരെ. ഈ 12 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുമ്പോൾ 22.2 കിലോമീറ്ററാണ് കോസ്റ്റൽ പ്രദേശം തൊട്ട് 22.2 കിലോമീറ്ററിൻ്റെ ആ 12 നോട്ടിക്കൽ മൈൽസ് വരെ നമുക്കുള്ളൂ. ഇതിനെയാണ് നമ്മൾ നാഷണൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ദേശത്തിന് അവകാശപ്പെട്ടതാണ്. ഇനി അടുത്തത് ഇൻ്റർനാഷണൽ റിസോഴ്സസ്. ഇൻ്റർനാഷണൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നാഷണലിന് 12 നോട്ടിക്കൽ മൈൽസ് ആണെങ്കിൽ ഇവിടെ ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽസ് ആണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഇൻ്റർനാഷണൽ റിസോഴ്സസുമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പാണ് മൂന്നാമത്തത്. ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പിനെ വീണ്ടും നമുക്ക് 4ആയിട്ട് പറയാം. ഇൻഡിവിജ്വൽ റിസോഴ്സസ്, കമ്മ്യൂണിറ്റി ഓൺഡ് റിസോഴ്സസ്, നാഷണൽ റിസോഴ്സസ്, ഇൻ്റർനാഷണൽ റിസോഴ്സസ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എക്സാമിന് മിക്കവാറും ഇപ്പോഴത്തെ CBSE പാറ്റേൺ എന്ന് പറയുന്നത് ഈ 2020-21 എക്സാംസ് ഒന്നും നടന്നിട്ടില്ല, എല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അവിടെ ഒരു പാറ്റേൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ആൻസർ. ഇത് അറൗണ്ട് ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിൽ ടൈപ്പ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞ് ഒരു കോളം ഇങ്ങനെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ഒരു കോളത്തിൽ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇൻഡിവിജ്വൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ് ടൈപ്സ് ഓഫ് റിസോഴ്സസിൻ്റെ താഴെ വ്യക്തമായിട്ട് അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് ഡാഷ് എന്നിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ എക്സാമ്പിൾസ് എഴുതാം. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ എഴുതുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നതുപോലെ പാസ്റ്റർ ലാൻഡ്സ്,
പിന്നെ വേറെ എന്തൊക്കെ എഴുതാം? പാസ്റ്റർ ലാൻഡ്സ്, അതെ, വാട്ടർ ഇൻ വെൽസ്, പോൺസ്, ഇതൊക്കെ എഴുതാം. ഇനി നാഷണൽ റിസോഴ്സസിൻ്റെ എക്സാമ്പിൾസോ? നാഷണൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് നാഷണൽ റിസോഴ്സസ് ആണ്, റോഡ് നാഷണൽ റിസോഴ്സസ് ആണ്, കനാൽസ് നാഷണൽ റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.